ഈ ഈശ്വരൻ എന്ന കൺസെപ്റ്റ് ശരിയാണോ എന്നതാണ് ഞാൻ ഇന്നത്തെ എൻ്റെ യഥാർത്ഥ ചിന്താ വിഷയം. വായനയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ആശയങ്ങളാണ്. ഈശ്വരൻ ശരിയാണോ എന്ന കൺസെപ്റ്റ് മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സങ്കീർണവും എന്നാൽ കൗതുകകരമായ ഒരു ചോദ്യമാണ്. നമ്മളെല്ലാവരും മനസ്സിൽ ചിലപ്പോൾ ചോദിച്ചതാണ്, ആരാണ് ഈശ്വരൻ? ഇതിന് ശാസ്ത്രീയമായും ദാർശനികമായും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകളിലൂടെയാണ് ഞാനിപ്പോൾ നിങ്ങളിലൂടെ ആശയങ്ങളിലൂടെ സഞ്ചരിക്കുന്നത്. പ്രധാനമായും 3 രീതിയിൽ നമുക്കതിനെ നോക്കിക്കാണാം. ഇതിന് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്നറിയില്ല, പക്ഷെ നിങ്ങൾ ചിന്തിക്കാനും നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളുടെ മനസ്സിലെ ആ ചിന്തനകളെ ഒന്ന് ഉണർത്താനും എനിക്ക് കഴിയും. അതിൻ്റെ ഒരു ശാസ്ത്രീയ കാഴ്ചപ്പാട് എന്തായിരിക്കും? ശാസ്ത്രം തെളിവുകളിലാണ് വിശ്വസിക്കുന്നത്. അത് നമ്മൾ അറിയാവുന്ന ഒരു കാര്യം. പ്രപഞ്ചമുണ്ടായത് ഒരു ബിഗ് ബാങ് വഴിയാണെന്നും ജീവൻ പരിണമിച്ചത് പ്രകൃതി നിയമങ്ങൾ അനുസരിച്ചാണെന്നും ശാസ്ത്രം വ്യക്തമാക്കുന്നു. പിന്നെ ഈശ്വരൻ ഉണ്ടെന്നോ ഇല്ലെന്നോ തെളിയിക്കാൻ നിലവിലെ ശാസ്ത്രത്തിന് കഴിയില്ല എന്നൊരു വാദവും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരും. പിന്നെ ഭൗതികവാദമുണ്ട്. പ്രപഞ്ചം ഗണിതശാസ്ത്രപരമായ നിയമങ്ങളാൽ, ലാ ഓഫ് ഫിസിക്സ് നിയന്ത്രിക്കപ്പെടുന്നു. ഇതിലൊരു സൂപ്പർ പവർ ഇടപെടുന്നതായി തെളിവുകളില്ല എന്നൊരു കൺസെപ്റ്റ് ഈ പറയുന്ന ഭൗതികവാദത്തിൽ ഉൾക്കൊണ്ടുവരും. എന്താണ് ദാർശനിക കാഴ്ചപ്പാട്? ഫിലോസഫിക്കൽ കാഴ്ചപ്പാടാണ്. ഈ പ്രപഞ്ചത്തിന്റെ കൃത്യതയും ക്രമവും നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതൊരു കൃത്യതയും ക്രമവും നമ്മൾ പ്രപഞ്ചത്തിൽ ഒരുക്കിയിരിക്കുന്നു. ആരാണത്? ആ കൃത്യതയും ക്രമവും ഒരുക്കിയിരിക്കുന്നത് ആരാണ്? അതൊരു സൃഷ്ടാവിലേക്ക് വിരൽ എന്ന് പലരും വിശ്വസിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചം എന്ന കാര്യത്തിന് പിന്നിൽ ഒരു കാരണം ഉണ്ടായിരിക്കണം. അത് നമ്മൾ ഗോഡ് എന്ന് നമ്മൾ വിളിക്കാം. ഈ പറയുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ജീവനും ഉണ്ടാകാൻ ആവശ്യമായ പ്രപഞ്ച നിയമങ്ങൾ അത്രമേൽ കൃത്യമാണ്. ഇതൊരു യാദൃച്ഛികമാകാൻ സാധ്യത കുറവാണ് എന്ന് ചില ദാർശനികർ വാദിക്കുന്നു. ഉദാഹരണം, നമ്മളൊരു ആഹാരം വച്ചാലും അത് നമുക്ക് രുചികരമായി കഴിക്കണമെങ്കിൽ അത് കൃത്യമായ രീതിയിൽ പാചകം ചെയ്താലേ നമുക്ക് രുചികരമായി കഴിക്കാൻ കഴിയുള്ളൂ. അതുപോലെ പ്രകൃതിയുടെ നിയമങ്ങളും പ്രകൃതിയുടെ കെട്ടുപാടുകളും എല്ലാം കൃത്യതയാർന്നതാണ്. അതാരാണ്? ആ കൃത്യമായ കൃത്യത ഉണ്ടാക്കിയത് ആരാണ്? ആത്മീയമായും വേദാന്തമായും കാഴ്ചപ്പാടുകളും ഈ ഭാരതീയ ദർശനങ്ങളെ പ്രകാരം ഈശ്വരൻ എന്നത് ആകാശത്തിലിരുന്ന് ലോകം ഭരിക്കുന്ന ഒരാളല്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഈശ്വരൻ എന്നത് പ്രപഞ്ചം തന്നെയാണെന്നും അത് തത്വമസി, അത് നീ തന്നെയാണ് എന്നും അത് ആ നീ തന്നെയാണ് എന്ന ചിന്തയനുസരിച്ച് പ്രപഞ്ചവും ഊർജവും ഈശ്വരനും ഒന്നായി മാറുന്നു. ചുരുക്കത്തിൽ ഈശ്വരൻ എന്ന സങ്കല്പം ശരിയാണോ എന്നത് അവരവരുടെ വീക്ഷണ കോണിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾ തെളിവുകളാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ശാസ്ത്രത്തിന് ഇതുവരെ ഈശ്വരനെ കണ്ടെത്താനായിട്ടില്ല. എന്നാൽ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ അസ്തിത്വത്തെയും ലക്ഷ്യത്തെയും കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ഈശ്വരൻ എന്ന സങ്കല്പം ഒരു ഉത്തരമായി തോന്നാം. ശാസ്ത്രമില്ലാത്ത മതം അന്ധമാണ്, മതമില്ലാത്ത ശാസ്ത്രം മുടന്തനുമാണ്. ചിന്തകൾ അല്പം കൂടുതലാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ അവതരിപ്പിച്ചത്. ചിന്തിക്കുക.